ക്രിസ്തേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതായ വിഷയം ക്രിസ്തീയ പരമാർത്ഥികൾ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താതി കർത്താവും രാജാതി രാജാവും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകരുമാകുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. ഈ ധ്യാനയോഗത്തെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വച്ചിരിക്കുന്നതായ നിത്യരാജ്യം അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതെ, ഈ വചന ധ്യാനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഈ ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ ആധാരമാക്കി നാം പല വിഷയങ്ങളും സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടത് ക്രിസ്തീയ ഉറപ്പിനെ കുറിച്ചാണ്. ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത് ക്രിസ്തീയ പരമാർത്ഥികൾ എന്നുള്ള കാര്യമാണ്. അത് എടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ജോസഫിൻ്റെ സഹോദരങ്ങൾ ഫറവോനെ കാണുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ജോസഫിനെ കാണുവാൻ തക്കവണ്ണം, ജോസഫ് അന്ന് മന്ത്രിയായിരുന്നല്ലോ, ആ മന്ത്രിയെ കണ്ട് ധാന്യം വാങ്ങുവാൻ വന്നതായ സാഹചര്യത്തിൽ പറഞ്ഞതായ സംഭവം, അതായത് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 42-11 വാക്യമാണ്. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സാഹചര്യം നാം ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കറിയാം, ജോസഫിനെ അവർ വിറ്റു. ജോസഫിനെ വിറ്റതിന് ശേഷം 7 വർഷത്തെ ക്ഷാമകാലം, ആദ്യമായിട്ട് സമ്പന്നകാലം 7 വർഷമുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷാമകാലമുണ്ടായി. ആ ക്ഷാമകാലം ആരംഭിച്ചതായ സാഹചര്യത്തിൽ യാക്കോബിനും തൻ്റെ മക്കൾക്കും ആ ക്ഷാമം ബാധിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ മിസ്രൈമിൽ ധാന്യമുണ്ട് എന്നുള്ളതായ വിവരം അവർക്ക് കിട്ടി. അത് വാങ്ങിപ്പാൻ തക്കവണ്ണം അവർ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർ ആരുടെ മുൻപിലാണ് പോകുന്നത്? അവിടുത്തെ പ്രധാനമന്ത്രിയായ ജോസഫിൻ്റെ മുൻപിലാണ്. എന്നാൽ ജോസഫിനെ അവർ മനസ്സിലാക്കിയില്ല. എന്നാൽ ജോസഫ് അവരെ മനസ്സിലാക്കി. അവരെ ഇങ്ങനെ അവരുടെ ആ ജീവിതചര്യകളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി, അവരെ കൂടുതൽ അറിയുവാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടിയാണ് നാം ഇവിടെ വായിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ, സത്യം, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞതും സത്യമാണ്. എന്നാൽ അവർ പരമാർത്ഥികളാണോ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പരമാർത്ഥി, അല്ലെങ്കിൽ വി ആർ ട്രൂ മെൻ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? ക്രിസ്തീയമായിട്ട് ഉള്ള അടിസ്ഥാന സ്വഭാവത്തിൽ ഒന്നാണ്, ട്രൂത്ത്ഫുൾ, സത്യമുള്ളവരായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തികളെക്കുറിച്ചും അവരുടെ ജീവിതചര്യകളെക്കുറിച്ച് പരിശോധന ചെയ്യുമ്പോൾ അവരെങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ് എന്ന് പറയുന്നത്. അതിപ്രകാരമാണ്. ഒന്ന്, അവർ ഏത് കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരുടെ കുടുംബത്തിനുള്ളതായ പ്രാധാന്യം എടുത്തു പറയുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് വളരെ ഈ റോയൽ ഫാമിലി അല്ലെങ്കിൽ രാജകീയ കുടുംബം എന്ന് പറയുമ്പോൾ കണിശമായിട്ടും അതിനെക്കുറിച്ച് വളരെ അധികമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ രാജാവിൻ്റെ വംശാവലിയിൽ രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു പ്രത്യേകത, ഒരു കുലീനതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല കുടുംബത്തിൽപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ കണിശമായിട്ടും അതിൻ്റേതായ ഒരു വ്യക്തി പ്രഭാവം കാണുവാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഇടപാടുകളിൽ എപ്പോഴും വിശ്വസ്തരായി, അല്ലെങ്കിൽ അവർ നീതിയിൽ ഉള്ള ഒരു ഇടപാട് കാണുവാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പരമാർത്ഥികൾ, അല്ലെങ്കിൽ ട്രൂ മെൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഉള്ളൊരു സാഹചര്യം ഏതെല്ലാമാണ്. എന്നാൽ ഈ തങ്ങളുടെ സഹോദരനായ ജോസഫിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ കണിശമായിട്ടും അവരുടെ പഴയ കാലം, കഴിഞ്ഞതായ കാലം അവർ പരമാർത്ഥികളല്ല എന്ന് ചൂണ്ടിക്കാട്ടുവാൻ സാധിക്കും. എന്നാൽ അവർ ഈ ജോസഫിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് കാണും എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ അതിനെക്കുറിച്ച് നാം സ്വല്പമായിട്ട് ചിന്തിക്കുക. തൻ്റെ പിതാവായ, അവരുടെ ജോസഫിൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ ജീവിതാനുഭവം. യാക്കോബ് ജോസഫിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു.
അങ്ങനെ ജോസഫിനെ ഏതോ ഒരു വന്യമൃഗം കടിച്ചു കീറി തിന്നു. അവൻ്റെ പല നിറമുള്ളതായ ഉടുപ്പിൽ രക്തക്കറയുമായിട്ട് കൊണ്ടുവന്നപ്പോൾ യാക്കോബ് എന്താണ് ചെയ്യുന്നതെന്ന് 37-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 33-ാമത്തെ വാക്യം, യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് കണിശമായിട്ടും അവരുടെ സഹോദരങ്ങളെ, അവരുടെ ജീവിതങ്ങളെ അത് ബാധിച്ച് കാണും എന്ന് ഞാൻ കരുതുകയാണ്. കണിശമായിട്ടും. എന്നാൽ ഓരോ മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ കാണുന്നതായ ദൈവത്തിന് മാത്രമേ അത് എപ്രകാരമുള്ളൊരു വ്യക്തിയാണ് എന്ന് പറയുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ആകമാനമായി ക്രിസ്തീയ സമൂഹത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അവർ പരമാർത്ഥികളായി കാണുന്നു, അല്ലെങ്കിൽ കൊള്ളാവുന്നവരായി കാണുന്നു. സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ, ഭവനങ്ങളിൽ നല്ലവരായി കാണുന്നു എന്ന് ഉള്ളൊരു മനോഭാവമുണ്ട്. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നത് പാപത്തിന് ശേഷം മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യത്തിൽ റോമാലേഖനം 3:21 വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, നാം എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് തിരുവചനം അങ്ങോളം ഇങ്ങോളം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പിന്നെ യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ 1:6 ഞാൻ വായിക്കുകയാണ്, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. അതൊന്നും ചെയ്യാത്ത ഒരവസ്ഥയെക്കുറിച്ച് നാം ഓർത്ത് നോക്കുക. ആയതുപോലെ ഈ സഹോദരങ്ങൾ അവർ നുണ പറഞ്ഞു, അവർ കള്ളം പറഞ്ഞു, അവർ വളരെ മൃഗീയമായിട്ട് പെരുമാറി, അവർ ദുഷ്ടന്മാരായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ വ്യക്തികൾ ഒരു പരമാർത്ഥികളാണ് എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുമോ? പലപ്പോഴും സാധിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോട് പറഞ്ഞത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 37 ഞാൻ വായിക്കുന്നത്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ നമുക്ക് നാം ചിലപ്പോൾ വാക്കുകൾ ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. കാരണം നാം ചെയ്ത തെറ്റിനെ പൊതിഞ്ഞു കെട്ടുവാൻ വേണ്ടതായ വഴികളാണ്. എന്നാൽ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതായ രീതി എപ്രകാരമാണ്? ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. അപ്പോൾ അപ്രകാരമുള്ളൊരു മറുപടി എങ്ങനെ നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലന് ഇപ്രകാരം പറയുന്നത്. യാക്കോബിൻ്റെ പുസ്തകം 5:12, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ പറയേണ്ടത്. അല്ലാതെ പകുതിയില്ല അല്ലെങ്കിൽ കുറച്ചില്ല. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ചില സാഹചര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയും അവിടെ കാണുന്നില്ല. ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ ഒരു മകൾക്ക് അവരെപ്പോഴും അവരുടെ നാവിൽ നിന്ന് വരുന്നത് ഇപ്രകാരമാണ് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. അതുപോലെ തന്നെ അവരിൽ കുറ്റമില്ലാത്തവരായിരിക്കണം. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1:47 പറയുമ്പോൾ ഇവനിൽ കപടമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം, തൻ്റെ ശിഷ്യന്മാരിൽ ആരെക്കുറിച്ചോ പറയുന്നതാണ്, ഇവനിൽ കപടമില്ല. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 32:2, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. ആയതുകൊണ്ട് ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാണ്. അതുപോലെ വെളിപാടുകാരൻ 14:5 പറയുന്ന, കർത്താവേ, നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കുന്നു നീയല്ലോ ഏക പരിശുദ്ധൻ. ദൈവത്തിൻ്റെ മകളായി തീരുമ്പോൾ നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെയും കർത്താവ് തരും. എന്നാൽ തിരുവചനത്തിൽ നല്ലവരായിട്ട് നിഷ്കളങ്കരായിട്ടുള്ള അനേകരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം സാധിക്കും. ചരിത്ര രേഖകളാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഏദൻ തോട്ടത്തിന് ശേഷം പാപത്തിന് കയറിയതായ നാളിന് ശേഷം ആദാമും ഔവയും അതിനുശേഷമുള്ളതായ സേത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ വംശാവലിയിൽ ഹാനോക്ക് എന്ന് പറയുന്നൊരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു എന്ന് പറയുമ്പോൾ കണിശമായിട്ടും അവനൊരു ഹൃദയ പരമാർത്ഥി ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം പിൽക്കാലം എബ്രായ ലേഖനവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു ഏകദേശം 300 വർഷം, അതിനുശേഷം അവനെ കാണാതായി എന്ന് പറഞ്ഞ ദൈവം അവനെ എടുത്തു.
അപ്പോൾ അതുപോലെ ഉള്ള സാഹചര്യങ്ങൾ തിരുവചനത്തിലുണ്ട്. പിന്നെ നാം വായിക്കുന്നത്, അതെ, ഊസ് ദേശത്തെ യോബ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. അപ്പോൾ അവിടെ ആ വ്യക്തിയെക്കുറിച്ച് എത്രമാത്രം തിരുവചനം അനുശാസിക്കുകയാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തികളെ പോലെയാണ്. അതായത് സങ്കീർത്തനക്കാരനും അതെ 3-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെയും അതായത് ദൈവ മകനെക്കുറിച്ച് മകളെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ ദൈവം എങ്ങനെ ദൈവം ആദ്യം മുതൽ നാം വായിക്കുമ്പോൾ അനേകരും നല്ലവരുണ്ടായിരുന്നു, നീതിമാന്മാരുണ്ടായിരുന്നു, പരമാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ വ്യക്തിയെക്കുറിച്ച് പറയേണ്ടത് അവൻ പരമാർത്ഥിയായിരുന്നു എന്നുള്ളൊരു രീതിയാണ്. അതായത് നാം ശലോമോൻ്റെ പ്രവർത്തനങ്ങൾ എഴുത്തുകളിൽ നാം വായിക്കുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നത് 7:29 ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വന്നു. അപ്പോൾ അത് മനുഷ്യൻ്റെ പ്രവണതയാണ്. എന്നാൽ ഇതിൽ നിന്നും പക്ഷേ ഒരു കാര്യം നാം ഓർത്തോണം, എന്താണ്? മറ്റൊന്നുമല്ല, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അവൻ എപ്രകാരം സൃഷ്ടിച്ചു? തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപപ്രകാരം സൃഷ്ടിച്ചു. അത് ഞാൻ മുമ്പേ ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ദൈവിക സ്വഭാവങ്ങൾ ഉള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. അതിന് തിരഞ്ഞെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ആയതുകൊണ്ട് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുവാനൊക്കെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അതേ ഹൃദയ പരമാർത്ഥം ഉള്ളവരായി തീരുവാൻ വിളിക്കുന്നത്. അതുപോലുള്ള അനേകരെക്കുറിച്ചും നമുക്ക് വേദവചനത്തിൽ വായിപ്പാനൊക്കെ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ നോഹ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. നോഹയെക്കുറിച്ച് പറയുമ്പോൾ നോഹ ദൈവത്തെപ്പോലെ അല്ലെങ്കിൽ ദൈവികമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ദാനിയേൽ, അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പ്രവചന പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്ക് ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 14-ാമത്തെ വാക്യം, നോഹ, ദാനിയേൽ, യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എപ്രകാരമാണ് ഒരു നല്ലവനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമായിട്ട് അതിൻ്റെ നെഗറ്റീവായുള്ളതായ ചിന്താഗതി നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ യെരമ്യാ പ്രവാചകൻ 13-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം പ്രകാരം പറയുകയാണ്, കൂശ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നത്, എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഞാനത് ഒരു ശകലമായിട്ടൊന്ന് വിവരിക്കാം. അതായത് നമുക്കറിയാം ഈ കൂശ്യൻ എന്ന് പറയുന്നതായ വ്യക്തിയെക്കുറിച്ച്, അത് മറ്റാരെക്കുറിച്ചുമല്ല, എത്യോപ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ എത്യോപ്യൻസിന് സാധാരണയായിട്ട് കറുത്ത നിറമുള്ള വ്യക്തികളാണ്. ഈ കറുത്ത നിറമുള്ളതായ വ്യക്തികൾക്ക് അവരുടെ ആ ത്വക്കിൻ്റെ കറുപ്പ് വെളുപ്പിക്കാൻ തക്കൊണ്ട് സാധിക്കും. ഇന്നിപ്പം എത്യോപ്യയിൽ പോവുകയാണെങ്കിൽ അവരിൽ എത്യോപ്യക്കാരെ പലപ്പോഴും പലരും ഈ നിറം വ്യത്യാസമുള്ളവരായി കാണുന്നതൊക്കെ കൊണ്ട് കാണും. എന്നാൽ ഇപ്പോൾ അന്നത്തെ അവസ്ഥയിൽ ഈ എഴുതിയ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ കറുമ്പന്മാരായിരുന്നു. എന്നാൽ അവരുടെ ത്വക്ക് മാറ്റിയാൽ പിന്നെ അവന് കൂശ്യെന്ന് പറയുവാനൊക്കെ കൊണ്ട് സാധിക്കുകയില്ല. ആയതുപോലെ തന്നെ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളി. അപ്പോൾ ഈ പുള്ളിപ്പുലിക്ക് പുള്ളി ഉള്ളത് കൊണ്ടാണ് അതിനെ പുള്ളിപ്പുലി എന്ന് പറയുന്നത്, അല്ല സാധാരണ പുലി എന്ന് പറയുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തെ മാറ്റുവാനൊക്കെ കഴിയുമോ? ഇല്ല. എന്നാൽ കർത്താവ് വീണ്ടും പ്രവാചകനോട് പറയുന്നു, എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നന്മ ചെയ്യുവാൻ കഴിയും. അപ്പോൾ നമുക്ക് സാധിക്കും. ആ കഴിവിനെക്കുറിച്ചാണ് നാം അനന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് പുതിയ സൃഷ്ടിയുടെ അനുഭവമാണെന്ന്. അപ്പോൾ വീണ്ടും അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ പറയുമ്പോൾ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. അതായത് മനുഷ്യൻ്റെ പ്രവണത എന്താണ്? നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്, പക്ഷേ ചെയ്യുന്നത് എന്താണ്? തിന്മയാണ്. അത് നമ്മിൽ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ ശക്തി കൊണ്ടാണ്. എന്നാൽ കർത്താവിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ജീവിതത്തിന് മാറ്റമുണ്ടാകും. അതാണല്ലോ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ, അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ പുതുതാക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ പറയുമ്പോൾ 36-26-27 വാക്യം ഞാൻ വായിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ആ ഒരു ജീവിത അനുഭവത്തിലേക്ക് നാം വരണം.
അതെ, അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ എന്താണ്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3 പറയുമ്പോൾ നിക്കോദിമോസിൻ്റെ ജീവിതാനുഭവത്തെ ആധാരമാക്കി, അല്ലെങ്കിൽ നിക്കോദിമോസ് തന്നെ രാത്രിയിൽ അതെ നീതിമാനായി തീരുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമായിട്ട് വന്നപ്പോൾ അതിന് കൊടുത്തതായ മറുപടിയാണ് കർത്താവ് ഇപ്രകാരം പറയുകയാണ്. യേശു അതിന് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ നിക്കോദിമോസ് അതെ തൻ്റെ ജീവിതാനുഭവത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവന് ലഭിച്ചതായ മറുപടി ഇതായിരുന്നു. അതായത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. അതെ, വീണ്ടും ജനനം അല്ലെങ്കിൽ സ്നാനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതെപ്രകാരമാണ്, വെള്ളത്താലും വേണം ആത്മാവിനാലും വേണം. അതെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ അതെ ഈ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. ആയതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ വീണ്ടും പറയുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം അത് അംഗീകരിച്ചുകൊണ്ട് അത് ദൈവമകനായിട്ട് മകളായിട്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു ഹൃദയ പരമാർത്ഥിയായിട്ട് ജീവിപ്പാൻ ആകുന്നു ദൈവം നമുക്ക് വഴികൾ ഒരുത്തിയിരിക്കുന്നത്. ആയതുകൊണ്ട് എന്നാൽ അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ്. അതെ, അതിനെക്കുറിച്ച് സക്കറിയ പറയുന്നത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാണ്. ആയതുകൊണ്ട് വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നാം എല്ലാവരും ആത്മാവാകുന്നു കർത്താവിൻ്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെയും പ്രവർത്തിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നമ്മെ ഹൃദയ പരമാർത്ഥികളായി തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അത് ഓരോ ക്രിസ്തീയ പൗരൻ്റെയും ഒരു കടമയാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഗ്ദാവായി തീരുക, അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അതെ, വീണ്ടും നാം അപ്പോസ്തലനായ പൗലോസിൻ്റെ വചനത്തിലൂടെ പഠിക്കുന്നത് എന്താണ്? 2 കൊരിന്ത്യർ 11:2 ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അതെ, യേശുവോട് ചേരുവാൻ, അവനുള്ള മണവാട്ടിയായി തീരുവാൻ, അതേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും വേണ്ടി യാഗമായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? നിത്യജീവനാണ്. അതേ, കറയും ചുളുക്കവും ഇല്ലാത്തതായ ഒരു സാഹചര്യത്തിലേക്ക്, അതേ യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ നാം പരമാർത്ഥികളായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്നത്. അതിന് നമ്മുടെ എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഭാവം അല്ലെങ്കിൽ എന്നിലുള്ളതായ കാര്യങ്ങളൊന്നുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ്. ആയതുകൊണ്ട് ആ യേശുവിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ എന്താണ്? പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ നാം എന്താണ്? ക്രിസ്തുവിലായിത്തീരണം. നാം എന്ന ഭാവത്തെ എടുത്തു കളഞ്ഞിട്ട് ക്രിസ്തു നമ്മിൽ ആയിത്തീരണം. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി അത് പുതിയ സൃഷ്ടിയാണെന്ന് 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നുണ്ട്. ആയതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാം മുമ്പേ തുടങ്ങി വെച്ചത് ജോസഫിൻ്റെ സഹോദരന്മാരുടെ ജീവിത രീതിയെക്കുറിച്ചായിരുന്നു. എന്നാൽ അവരിൽ മാറ്റമുണ്ടായി എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം ജോസഫിന് സാധിച്ചു. കാരണം ജോസഫ് അവരിൽ നിന്ന് മാറിയതായ സാഹചര്യത്തിൽ കണിശമായിട്ടും അവരുടെ ആത്മാവിനെ എപ്പോഴും കുത്തിക്കൊണ്ടിരുന്ന ഒരു മുള്ളായിരുന്നു ജോസഫ് ഇല്ല എന്നുള്ളതായ വാസ്തവം. കാരണം തന്നെ പിതാവ് മകനെ ചൊല്ലി അനേക വർഷങ്ങൾ കാണാതിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെയും സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെയും ജോസഫിനെക്കുറിച്ച് പിതാവ് പറഞ്ഞു കാണുമായിരിക്കും. ആ അവസരത്തിലൊക്കെയും ഓരോ പുത്രനും ഓരോ സഹോദരനും അതൊരു മുള്ളായിട്ട് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. എന്നാൽ ഈ മാറ്റത്തെക്കുറിച്ച് അവർ ജോസഫുമായുള്ള സമ്പർക്കത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിച്ചു. നമുക്കറിയാം, പിതാവ് മരിച്ചു. അതിനുശേഷം ജോസഫ് അവരെ പരിപാലിച്ചുകൊണ്ടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അപ്പൻ്റെ മരണശേഷം ഈ സഹോദരങ്ങളെല്ലാം ജോസഫിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് പൊറുക്കണമെന്ന്. എന്നാൽ അവിടെ ജോസഫിൻ്റെ
പ്രതിഫലനം എന്തായിരുന്നു? അവൻ ദൈവത്തെ പോലെ അവിടെ പ്രവർത്തിച്ചു. എന്താണ് പറഞ്ഞത്? ദൈവം നമുക്ക് വേണ്ടി അല്ലെ നിങ്ങളെ പാലിപ്പാൻ തക്കവണ്ണമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറയുന്നതായ ഒരു സാഹചര്യം. അത് വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഹൃദയം കൊണ്ട് കരയാറുണ്ട്. കാരണം ജോസഫിൻ്റെ സ്വഭാവം അതൊരു യഥാർത്ഥമായി തൻ്റെ സഹോദരങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു ഹൃദയ പരമാർത്ഥിയായി കാണുന്നത് ജോസഫിനെയാണ്. നമുക്കറിയാം ജോസഫിൻ്റെ ജീവിതം മുഴുവൻ തന്നെയും എപ്രകാരമുള്ളായിരുന്നു? സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ ഈ തിരോധാനം അല്ലെങ്കിൽ താൻ ഈജിപ്തിലായിരുന്ന സാഹചര്യത്തിൽ തൻ്റെ സഹോദരങ്ങൾക്ക് മാറ്റമുണ്ടായി എന്ന് നമുക്ക് അവരുടെ ജീവിതം കൊണ്ട് കാണുവാനൊക്കെ സാധിക്കും. അതെ, അവർ പറഞ്ഞു ഞങ്ങൾ ഹൃദയപരമാർത്ഥികളാണ്. എന്നാൽ അവരുടെ പഴമ അവരുടെ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെ അല്ല എന്നാണ്. എന്നാൽ കാലത്തിൻ്റെ ഒഴുക്കിൽ അല്ലെ സമയം അവരെ അത് മനസ്സിലാക്കി എന്താണ് അവർ യഥാർത്ഥമായിട്ടും ഹൃദയപരമാർത്ഥികളായിരുന്നു. എന്നാൽ പിന്നീടുള്ള അവരുടെ ചരിത്രത്തിൽ നിന്ന് അവരുടെ ആ പരമാർത്ഥം നമുക്ക് തെളിവാകുന്ന കൊണ്ട് സാധിക്കുന്നില്ല. എങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് എന്താണ്? അവരെ കാണുന്നവർ, അവരെ കേൾക്കുന്നവർ ആ വ്യക്തി ഒരു നല്ലവനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയമായ ചരിത്രത്തിൽ നാം പഠിക്കുമ്പോൾ അനേകർ യേശുവോട് ദൈവത്തോട് ചേർന്ന് നിന്നവരായിട്ട് ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതാണല്ലോ ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. ഹാനോക്കിനെക്കുറിച്ച്, അതുപോലെ തന്നെ നോഹയെക്കുറിച്ച്, യോബിനെക്കുറിച്ച്, ദാനിയേലിനെക്കുറിച്ച്, അങ്ങനെയുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളൊക്കെയും നമുക്കൊരു സാധനാപാഠമാണ്. എന്തിനു വേണ്ടിയാണ്? അവരായിരുന്ന ആളുകളിൽ ദൈവത്തിൻ്റെ വാഗ്ദാക്കളായി, ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിച്ചു. അതെ, പിൽക്കാലത്തും അതെ ഈ 12 ഗോത്ര പിതാക്കന്മാരെക്കുറിച്ച് നാം പിന്നീട് പഠിക്കുമ്പോൾ അതെ അവരുടെ ആ ഓരോ പേരിനും ഒരർത്ഥമുണ്ടായിരുന്നു. ആ പേരുകളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതായത് ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകളെ ഓർക്കുവാനുള്ളൊരവസരവും, അതുമാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ ക്രിസ്തീയമായുള്ള ഒരു സാക്ഷ്യം, ഒരു ക്രിസ്തുവിൻ്റെ പരമാർത്ഥിയാണ് അല്ലെങ്കിൽ ട്രൂ മെൻ ഓഫ് ഗോഡ് എന്ന് പറയുവാനുള്ളൊരു വഴിത്താരയാണ്. ആയതുകൊണ്ട് അതെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളും അതെ എപ്രകാരമുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ ഉള്ളം കൊണ്ട് പരിശോധിക്കുക. അത് യേശുവിൽ ക്രിസ്തുവിൽ ഒരുത്തനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവമുള്ളവരായി തീരുവാൻ തക്കവണ്ണമാണ് അതെ ഈ പ്രസംഗം കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു സന്ദർഭം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒരു നല്ല തീരുമാനമെടുക്കുക, ഉറച്ച തീരുമാനമെടുക്കുക. അതെ എന്നെക്കുറിച്ച് ഒരു ഹൃദയപരമാർത്ഥി എന്ന് മനഃപൂർവ്വമായിട്ട്, അതായത് നാട്ടുകാരുടെ ഈ കണ്ണിൽ പൊടിയിട്ട് അല്ലെ അവരെ സ്വാധീനിക്കാനല്ല, പിന്നെയോ ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട്. ആ ദൈവം പാകെ ഒരു നല്ലവളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കേൾപ്പിച്ചതായ ദൂതിന് നന്ദിയോടെ സ്തോത്രം. അത് കേട്ട് അത് 30, 60, 100 മേനി ഫലം കായ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നല്ല തീരുമാനം എടുപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണം. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുമേ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുന്നു. കണിശമായിട്ടും ഈ ദൂത് നിങ്ങളെ ആത്മീയമായി വളരുവാൻ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ അറിയിക്കുക. കണിശമായിട്ടും ഞങ്ങളുടെ ഹോപ്പ് ടീം അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ട മറുപടി നൽകുന്നതാണ്.